അങ്ങനെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് ത്രീഡില് ജയന്റ് സ്നേക്ക് മോൺസ്റ്റർ കാര്യത്തിന് സിറ്റിക്ക് വന്നിക്കണ്. അപ്പൊ എന്തായാലും നമ്മൾ പണിക്ക് കാര്യത്തിന് പോകാൻ 2 ദിവസം പണിക്ക് കാര്യത്തിന് ഇപ്പൊ ഫോണിൽ മെസ്സേജും കാര്യത്തിന് വന്നു. ഇത് ജുറാസിക് പാർക്ക് കാര്യത്തിനല്ല, പക്ഷെ എന്താ സംഭവം എന്നാൽ ജുറാസിക് പാർക്കിൽ എന്താ സംഭവം കാര്യത്തിനുണ്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഇതിലേക്ക് സ്നേക്ക് മോൺസ്റ്ററും കാര്യത്തിനുണ്ട്. പക്ഷെ പല മുടും കാര്യത്തിന് തോന്നുന്നുണ്ട്. ഇത് സ്നേക്ക് മോൺസ്റ്റർ 4 പക്ഷെ ഇതുപോലെ നല്ല അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരും കാര്യത്തിന് പല മുടും കാര്യത്തിന് ആരാ ഫൈറ്റ് ചെയ്യാൻ വരുന്നുണ്ട് തോന്നുന്നു. അതാണ് ഓല് ഇങ്ങനെ പ്ലാൻ ചെയ്ത് നിൽക്കുക. അപ്പൊ എന്തായാലും നമുക്ക് നേരെ അവിടെ വരെ പോയി നോക്കാം. എന്തായാലും നമ്മള് പണിക്ക് പോകണം മുന്നേറ്റ് അവിടെ വരെ പോയി നോക്കിയിട്ട് പണിക്ക് കാര്യത്തിന് പോകാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും ജുറാസിക് പാർക്കൊക്കെ നമ്മള് പണി സ്ഥലത്തേക്ക് പോകണം അവിടെ കാര്യത്തിന്. അപ്പൊ എന്തായാലും ആ അവിടെ പോയിട്ട് നമുക്ക് പണിക്ക് കാര്യത്തിന് പോകാന്ന് വിചാരിച്ചു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ ജുറാസിക് പാർക്കിലേക്ക് നേരെ പോവാം. അങ്ങനെ എന്തായാലും ജുറാസിക് പാർക്കും കാര്യത്തിന് അങ്ങനെ എത്തിയില്ല. അപ്പൊ ഗേറ്റും കാര്യത്തിന് ഓപ്പൺ ചെയ്ത് തരാമെന്ന് അറിയില്ല. കഴിച്ചാൽ ഗേറ്റും കാര്യത്തിന് ഓപ്പൺ ചെയ്തില്ല. അപ്പൊ റൈറ്റ് ഒരു ഇതെന്താ പറഞ്ഞ കഴിച്ചു നമ്മളെ വീഡിയോ കണ്ടപ്പോൾ തന്നെ ഒരു എന്താ പോലെ തന്നെ ഒരു മതിലും കെട്ടിയില്ല. അപ്പൊ അതിന്റെ ഉള്ളിൽ സ്നേക്കും കാര്യത്തിന് ഉള്ളത്. അപ്പൊ എന്താ നമുക്ക് യാതൊരു അടിയില്ല. അപ്പൊ നമുക്ക് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അപ്പൊ നമുക്ക് നേരെ ഇതിൽ കൂടെ പവർ യൂസ് ചെയ്താൽ മുകളിൽ കയറാൻ പറ്റുന്ന തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് നേരെ കയറി നോക്കുക. കയറി മാത്രം മനസ്സിലാക്കുക. പക്ഷേ ചാടിയില്ല. അപ്പൊ മുകളിൽ കയറാൻ പറ്റിയില്ല. പക്ഷേ നോക്കിയാൽ സ്നേക്ക് മോൺസ്റ്ററും കാര്യത്തിലുണ്ടാണ്. ഇപ്പൊ വീഡിയോയിൽ കണ്ട പോലെ സ്നേക്ക് മോൺസ്റ്ററും കാര്യത്തിൽ അപ്പൊ നമ്മൾ ഗണ്ണിട്ട് ഷൂട്ട് ചെയ്ത് നോക്കാം. അപ്പൊ എന്തായാലും നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഷൂട്ട് ചെയ്യാൻ. അപ്പൊ നമുക്കത് കുഴപ്പമുണ്ടാവും. നമ്മളിവിടെ മൂലക്ക് നിൽക്കണം, നമുക്ക് കുഴപ്പമുണ്ടാകാൻ സാധ്യത. അപ്പൊ നടുക്ക് ഞാൻ ഷൂട്ട് ചെയ്തിട്ട് അപ്പൊ നടുക്ക് ഷൂട്ട് ചെയ്തപ്പോ എനിക്ക് കുഴപ്പമില്ല. അപ്പൊ നല്ല അരുക്ക് ഷൂട്ട് അപ്പൊ ബൽക്ക് ഒരു കുഴപ്പം കഴിയും. അപ്പൊ എന്തായാലും താഴത്തേക്ക് ഇറങ്ങി നിൽക്കുക. പക്ഷെ താഴത്തേക്ക് ഇവരൊന്നും അറ്റാക്ക് ഒന്നും ചെല്ലുമ്പോൾ ശരിക്കും അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് ഷിബിലെ മൂടും കാര്യത്തിനും പറ്റില്ല. ഷിബിലെ മാറ്റി തോന്നുന്നു. അതാണ് തോന്നുന്നത് അറ്റാക്ക് ചെയ്തത്. അപ്പൊ നമുക്ക് ഗണ്ണ് മാറ്റിയാണ് ഷൂട്ട് ചെയ്തത്. ഷിബിലത്തിന് ബ്ലഡ് മാത്രം വരുന്നില്ല, വേറെ രീതിയും കാര്യമില്ല. പക്ഷെ ഇവരത്തിന് ചോര പൂണില്ല. അതുപോലെ നമുക്ക് തിരിച്ച് കാട്ടണമെന്നില്ല. ഇവര് നല്ല അറ്റാക്ക് ചെയ്യുന്ന ആൾക്കാരും കാര്യത്തിന്. പക്ഷെ എന്താണെന്നൊന്നും അറിയാം തിരിച്ച് കാട്ടാം. അപ്പൊ അവര് കാട്ടാത്ത സ്ഥിതിക്ക് നമുക്ക് പോകണം നല്ലതില്ല. വെറുതെ വരെ ഷൂട്ട് ചെയ്തൊരു കാര്യം വലിയ റിയാക്ഷനും ഇല്ല. പിന്നെ നമ്മൾ വെറുതെ ഷൂട്ട് ചെയ്തൊരു കാര്യമൊന്നുമില്ല. അപ്പൊ ബല മൂടും കാര്യത്തിന് ഇവിടെ ചേഞ്ച് ചെയ്തിന്. അപ്പൊ നമ്മൾ വെറുതെ വന്നു. അപ്പൊ നമുക്ക് നേരെ ബന്ധം കയറി നമുക്ക് നേരെ പണിക്കും കാര്യത്തിന് പോകാൻ സ്റ്റാർട്ട് ചെയ്ത്. പക്ഷെ നമ്മളെ ഫോണിൽ മെസ്സേജും കാര്യത്തിന് നമുക്ക് നേരെ ഫോണും കാര്യത്തിന് എടുത്തൊക്കെ വണ്ടി എടുത്തൊക്കെ ഫോണുക. പക്ഷെ ഇതിലെന്തൊക്കെ നമ്മൾ പോലീസ് സ്റ്റേഷനും കാര്യത്തിനല്ലേ കളിച്ചിട്ട്. പക്ഷേ സ്നേക്ക് മോൺസ്റ്ററിന്റെ മുടും കാര്യത്തിൽ അപ്പൊ നമ്മൾ തപ്പി നടന്ന് പോലീസ് സ്റ്റേഷനും കാര്യത്തിന്. പക്ഷെ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് അടവാക്കിയിട്ട് ഇതിന്റെ ഉള്ളിൽ കാര്യം കയറാൻ വെച്ചിട്ട് ഈ സ്റ്റെപ്പും കാര്യത്തിന് അടവാക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇതിന്റെ ഉള്ളിൽ കയറിയേ പറ്റില്ല. എങ്ങനെ ആയാലും കുഴപ്പമില്ല. അപ്പൊ ഈ പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ നമുക്ക് കയറിയേ പറ്റില്ല. അപ്പൊ നല്ല ഫോണും കാര്യത്തിനും ബാക്ക് അടിച്ചാൽ നമുക്ക് നേരെ വണ്ടി എടുത്താണ്ട് ജുറാസിക് പാർക്കിൽ നിന്ന് പുറത്ത് കയറാൻ. എന്നിട്ട് നമ്മൾ നേരെ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് പോകണം. അപ്പൊ എന്തെങ്കിലും ഇവരെ മുടയിൽ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് ഒളിപ്പിച്ച് വെച്ചത്. അപ്പൊ നമ്മള് വന്ന പോലെ അറ്റാക്ക് ചെയ്യാത്ത അതാണ്. അപ്പൊ എന്തെങ്കിലും നേരെ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് പെട്ടെന്ന് പോകാന്ന് വിചാരിച്ചപ്പോൾ ജുറാസിക് പാർക്കിന് കാര്യത്തിന് ഗേറ്റും കാര്യത്തിന് ഓപ്പൺ ചെയ്തിന്. അപ്പൊ നമുക്ക് നേരെ നീ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് പോയിട്ട് പോലെ എങ്ങനെയും മുട അടിച്ച് മാറ്റി. അപ്പൊ 2-3 മുട ഉണ്ടാവും. അപ്പൊ ഒരു മുട നമുക്ക് വീഡിയോയിൽ കണ്ട. അപ്പൊ എന്തെങ്കിലും നേരെ പോലീസ് സ്റ്റേഷനും കാര്യത്തിന് എത്തിയപ്പോൾ ഇതിന്റെ ഉള്ളിൽ കയറിയാൽ മനസ്സിലാവും. ഇനി വേറെ മുട ഉണ്ടാതൊന്നും അറിയാം. അപ്പൊ എന്തായാലും ഈ പോലീസ് സ്റ്റേഷന്റെ മുട എന്തെങ്കിലും നമുക്ക് അടിച്ചു മാറ്റി പറ്റും. അത് മാത്രമേ ഉള്ളൂ മുന്നിൽ. അപ്പൊ എന്തെങ്കിലും കുഴപ്പമില്ല. വണ്ടിയും കാര്യത്തിന് സൈഡാക്കി നമുക്ക് നേരെ മതിയാർക്ക് സംസാരിച്ചൊക്കെ എന്തെങ്കിലും കുഴപ്പം നമുക്ക് നേരെ ഗണ്ണിട്ട് ഷൂട്ട് ചെയ്താൽ പറ്റില്ല. അത് നമുക്ക് മതിയാർക്ക് കയറാനൊന്നും പറ്റില്ല. അപ്പൊ എന്തെങ്കിലും നമുക്ക് നേരെ സംസാരിച്ചു നോക്കാം. അതെ സാറേ എനിക്ക് ഇതിന്റെ ഉള്ളിൽ ഇതിന്റെ ഉള്ളിൽ കയറാൻ പറ്റും. എന്താ വെച്ചാൽ അടിച്ചു കയറ്റിട്ട് ആരും ഉള്ളിൽ കയറാൻ പറ്റും. സാറ് നിങ്ങൾക്ക് ഉള്ളിൽ കയറി നമുക്ക് വെടിയേക്കാം. അപ്പൊ എന്തെങ്കിലും നമ്മൾ ഗണ്ണ് കാര്യത്തിലെടുത്താണ് വെടിയേക്കാം. പക്ഷെ അതിൽ സാറ് സമ്മതിക്കില്ല. അപ്പൊ എന്തെങ്കിലും ഗണ്ണിട്ട് ഷൂട്ട് ചെയ്യുമ്പോൾ സാർ ഇങ്ങനെ ചോദിച്ചിട്ട് അപ്പൊ എന്തെങ്കിലും സാറും കാര്യത്തിൽ കത്തമ്മയ്ക്കണേ. പക്ഷെ അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിൽ എങ്ങനെ കയറിയേ പറ്റില്ല. നമ്മൾ സാറിന് കാര്യത്തിൽ കൊന്നു ചെയ്താൽ നമുക്ക് അങ്ങനെ കയറുന്ന ഒരു ഐഡിയ ഇല്ല. അപ്പൊ ലോക്കും കാര്യത്തിൽ ചെയ്താൽ അതിന്റെ മോൾക്കും കാര്യത്തിൽ ലോക്ക് ചെയ്തിട്ട് അപ്പൊ നമുക്ക് ചാടാനൊന്നും ഒരു ഓപ്ഷൻ കഴിയില്ല. പക്ഷെ നമ്മൾ കുറെ ആലോചിച്ചിട്ടൊന്നും കുട്ടി അങ്ങനെ കുറച്ചു നേരം ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ ജയിലിന്റെ ഉള്ളിൽ കൂടെ കയറാൻ പറ്റില്ല. അപ്പൊ നമ്മൾ പണ്ടൊക്കെ അങ്ങനെ കയറി. ഇപ്പൊ ഇപ്പോഴും കയറാൻ പറ്റും നോക്കിയ ശേഷം ജയിലിന്റെ ഒക്കെ കാര്യത്തിന് കയറി. അപ്പൊ നമ്മൾ ഇവിടുന്ന് ചാടലും ഇങ്ങനെ തന്നെ. അപ്പൊ ഇതിന്റെ മുകളിൽ കൂടെ സ്റ്റെപ്പും കയറാൻ പറ്റും. പക്ഷെ നമ്മൾ ചാടിയിട്ട് അപ്പുറത്തേക്ക് ചാടില്ല. അപ്പൊ ഒന്നുകൂടി 2-3 കയറാത്ത നമുക്ക് അങ്ങനെ ചാടി അപ്പുറത്ത് കടന്നിനെ. അപ്പൊ ഇത്രക്കും സിമ്പിൾ ആണ്. എന്നിട്ട് അതിൽ ഗേറ്റും കാര്യത്തിന് അപ്പൊ നമ്മൾ വീഡിയോയിൽ കണ്ടതിന്റെ മുകളിൽ ഗേറ്റ് ഉണ്ട്. പക്ഷെ അതേപോലെ ഇതിന്റെ മുകളിലും ഗേറ്റും കാര്യത്തിന്. അപ്പൊ ഇതങ്ങനെ സംഭവം നല്ലത് ചാടി നോക്കാം മുകളിൽ പറയാ. പക്ഷെ ചാടിയപ്പോ ബാർപ്പിന്റെ മുകളിലും കാര്യത്തിന് നമ്മളെ ഫ്രണ്ടിന് കാര്യത്തിന് വിളിച്ചാൽ ജെറ്റ് പാക്കും കാര്യത്തിന് ആവശ്യമുണ്ട്. അപ്പൊ അതിൽ അതിന്റെ ഉള്ളിൽ കയറാം. എടാ എനിക്ക് അത്യാവശ്യം ജെറ്റ് പാക്കും കാര്യത്തിന് വേണം. നമ്മുടെ ഫ്രണ്ട് ജെറ്റ് പാക്ക് അയക്കുന്നേരം അപ്പൊ നമുക്ക് കുറച്ചേരം വെയിറ്റ് ചെയ്തിക്കാം. പക്ഷെ ജെറ്റ് പാക്കും കാര്യത്തിന് നമുക്ക് കിട്ടി. അപ്പൊ ഇതിന്റെ ഉള്ളിൽ പോലീസ് സ്റ്റേഷനിൽ ആദ്യത്തെ ഇങ്ങനെ എടുത്താൽ മതി. എന്നാലും നമുക്ക് ഇത്ര വരുന്നൊന്നും വിചാരിച്ചില്ല. അപ്പൊ ഇതിൽ ജെറ്റ് പാക്ക് നമ്മൾ കൺട്രോൾ ചെയ്ത് കുറച്ച് പണിക്കാർ താഴത്ത് പോയപ്പോ മോൾക്ക് പൊന്തിച്ചാണ് നേരെ കയറി മോൾക്ക് പൊന്തിപ്പോ നല്ല മോൾക്ക് പോയി. അപ്പൊ ഇതുപോലെ കുറച്ചുകൂടെ ബാക്കൊക്കെ വന്നിട്ട് ഇതിന്റെ ഉള്ളിൽ കൂടെ പെട്ടെന്നാണ് ഇറങ്ങണം. അപ്പൊ ഇറങ്ങുമ്പോൾ ഇതിന്റെ ഉള്ളിലും കാര്യത്തിൽ ഇത്ര സിമ്പിൾ അതാണ് പോലീസ് ഇങ്ങനെ ആക്കി. പക്ഷെ അങ്ങനെ എഗ്ഗും കാര്യത്തിലും വെളുത്തപ്പോ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങലെന്ന് പറഞ്ഞത്. അപ്പൊ എന്തെങ്കിലും ചാടി നോക്കാം. ചാടി കഴിച്ച് മോൾക്കും കാര്യത്തിൽ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ച മാത്രമേ മോൾക്ക് എത്തിന്. അപ്പൊ എന്തായാലും ഇവിടുന്ന് 2 കളിപ്പിച്ച് താഴത്തേക്ക് ചാടിയേ പറ്റുള്ളൂ. അതിൽ നമുക്ക് ഒരു ഐഡിയും കാര്യമില്ല. വേറെ അങ്ങനെ ചാടാനും ഓപ്ഷൻ ഇല്ല. അപ്പൊ നമ്മൾ ഇവിടുന്ന് അടുത്ത് ചാടാൻ സംഭവിക്കുന്ന അറിയില്ല. പക്ഷെ എന്തെങ്കിലും കുറച്ച് ചോര കാര്യത്തിന് പോകുന്നില്ല. അത് കുഴപ്പമില്ല. എന്തായാലും ചാടിയിട്ട് അപ്പൊ എന്തെങ്കിലും നമുക്ക് നീച്ചാണ്ട് നമുക്ക് എന്തെങ്കിലും വണ്ടി എടുത്ത് നമുക്ക് പണിക്കും കാര്യത്തിന് പോകുക. പക്ഷെ നമ്മുടെ ഫോണിക്ക് മെസ്സേജും കാര്യത്തിന് വന്നത് എന്തായാലും ഫോൺ എടുത്തുക. പക്ഷെ ഇത് അടുത്ത ലൊക്കേഷൻ കാര്യത്തിനുള്ളത് കണ്ടെയ്നറിന്റെ സ്ഥലത്തും കാര്യത്തിന് ബിൽഡിങ്ങിന്റെ ഉള്ളിൽ ഇത് കേസ് ഇപ്പൊ 6 എഗ്ഗും കാര്യത്തിനാണല്ലോ. അപ്പൊ നമുക്ക് ആ എഗ്ഗും കൂടെ എടുത്തൊക്കെ പവർ കാര്യത്തിന് കിട്ടിയില്ല. പക്ഷെ നമുക്ക് നേരം എന്തായാലും അങ്ങോട്ടും കാര്യത്തിന് പോകാൻ സ്ഥലം കാര്യത്തിന് മനസ്സിലായി.
വെച്ചിട്ടുണ്ടെങ്കിൽ ബൈക്കും കാര്യത്തിലിരിക്കണം. അപ്പൊ നമ്മള് കാർ എടുത്താണ് നമ്മൾ വീട്ടിൽ പോകണേ. വീട്ടിൽ നിന്ന് ബൈക്ക് എടുത്താൽ നമുക്ക് നേരെ പോകാൻ പറ്റില്ല, കാർ യൂസ് ചെയ്യാൻ പറ്റില്ല. വീട്ടും കാര്യത്തിലുണ്ട്, വീട്ടിൽ ബൈക്കും കാര്യത്തിലുണ്ട്. അപ്പൊ ഈ ബൈക്ക് എടുത്താണ് പോകാന്ന് വിചാരിച്ച് കാർ ഇവിടെ നിർത്തിയിട്ട് ഇറങ്ങി നേരെ ബൈക്ക് കയറിയാണ് ആ സ്ഥലത്ത് കൂടെ. ആ സ്ഥലത്ത് കണ്ടേറിന്റെ മുകളിൽ കൂടെ കാർ കയറാൻ പണി, അതാണ് ബൈക്കും കാര്യത്തിൽ എടുത്തത്. ബൈക്കിന്റെ ഉള്ളിൽ കയറിയാണ്. അപ്പൊ എന്തായാലും നമുക്ക് ബൈക്ക് എടുത്താണ് ആ സ്ഥലത്തും കാര്യത്തിൽ പാർപ്പിച്ച് വിടാം. അപ്പൊ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്തിട്ട് നമ്മൾ പെട്ടെന്ന് ആ എഗ്ഗും കൊടുത്തത്. അപ്പൊ നമുക്ക് സൂപ്പർ പവർ എന്തെങ്കിലും കിട്ടിയാലും നമുക്ക് എന്തായാലും ആ സ്ഥലത്തും കാര്യത്തിന് അങ്ങനെ എത്തിയിട്ട് പക്ഷേ ഇതാണ് കണ്ടേറും കാര്യത്തിൽ ഇതിന്റെ മുകളിൽ കൂടെ കയറി കുറച്ച് ടാസ്കും കാര്യത്തിന് കയറാൻ വേണ്ടി കുഴപ്പമില്ല. ഇതിന്റെ മുകളിൽ കൂടെ കയറി പോയാലും സിമ്പിൾ ആണ്. എന്തായാലും നമ്മൾ അടുത്ത കണ്ടേറിന്റെ മുകൾക്ക് കാര്യത്തിന് കയറിക്കണം. അപ്പൊ അത് കുഴപ്പമില്ല, ടെമ്പത്ത് കൂടെ പോകണത് അങ്ങോട്ടോ ആയാലും നമ്മൾ വീണേക്കരം. അപ്പൊ എന്തായാലും ഇതുവരെട്ട് കഴിച്ചാൽ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ബെല്ലാണ് പോണത്. അപ്പൊ എന്തായാലും കണ്ടേറും കാര്യത്തിൽ അധികം നമ്മൾ പോകണോണ്ട് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് നേരെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് ഔട്ട് ആവാൻ സാധ്യത. എന്നാലും നമ്മൾ പെട്ടെന്ന് ഔട്ട് ആയാലും എന്ത് കുഴപ്പമില്ല. ബൈക്കാണ് കൺട്രോൾ ഒന്നും കിട്ടില്ല, ഇറക്കി ഇറങ്ങുമ്പോൾ ബ്രേക്ക് പിടിച്ചാൽ തന്നെ നിൽക്കില്ല, ബ്രേക്ക് പിടിച്ചാൽ തന്നെ വളഞ്ഞാടപ്പെടുന്നു പോകും. പക്ഷേ ഇവിടെയൊക്കെ നമ്മൾ പോയി ചെയ്യേണ്ടത് മനസ്സിലാവും. അപ്പൊ എന്തായാലും കുറച്ച് ലോങ് കാര്യത്തിനും പോകേണ്ട ഉള്ള സ്ഥലത്തും കാര്യത്തിന് അപ്പൊ പറഞ്ഞ് ഫുള്ള് കണ്ടീറും കാര്യത്തിന് ഇപ്പൊ പറഞ്ഞ ലോങ് അടുപ്പിച്ചാണ് വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് പോകരുത്. ഇതിൽ ബെല്ലാണ് പോണത്, നല്ല ബ്രേക്ക് പിടിച്ച് ബെല്ല അങ്ങനെ രീതിയിലാണ് പോകണം. അപ്പൊ ആ കാരണം ബിൽഡിങ്ങിന്റെ മുകളിലും കാര്യത്തിലുള്ള അപ്പൊ എന്തായാലും ഇവിടെ കണ്ടീറും കാര്യത്തിന് ഇവിടെ മൊത്തത്തിൽ കണ്ടീറും കാര്യത്തിന് കണ്ടീറും ഇല്ലാത്ത സ്ഥലം കാര്യമില്ല. അപ്പൊ ഇതിന് ബിൽഡിംഗ് ഏതാണ് ഈ ബിൽഡിങ്ങിന്റെ മുകളിലും കാര്യത്തിലുള്ളത്. അപ്പൊ അവർക്ക് പോയ എഗ്ഗും കാര്യത്തിനെടുത്ത് എന്താ സംഭവിക്കൽ യാതൊരുമില്ല. അപ്പൊ എന്തായാലും നമ്മൾ ഫസ്റ്റ് പോലീസ് സ്റ്റേഷനും കാര്യത്തിന് എഗ്ഗ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് എഗ്ഗ് എടുത്ത് നമ്മൾ സൂപ്പർ പവർ ഉണ്ടാവും വിചാരിച്ച പറഞ്ഞപ്പോ തന്നെ തമ്പത്തും കാര്യത്തിന് പോയി. പക്ഷെ ഞാൻ ഇപ്പൊ എത്ര വീണെന്ന് വിചാരിച്ചെന്തെങ്കിലും കുഴപ്പമില്ലാതെ കിട്ടിയത്. അപ്പൊ എന്തായാലും നമ്മൾ മുകളിലും കാര്യത്തിന് എത്തിയില്ലാതെ പറഞ്ഞ സ്ഥലത്തായി. അപ്പൊ ഈ കണ്ടെയ്നറുടെ കാരണം മുകളിലും കാര്യത്തിന് അങ്ങനെ എത്തി കിട്ടിയതിനു ശേഷം നമ്മളെ ബൈക്ക് മുന്നേ ഇറങ്ങിയാണ് നോക്കുക. അപ്പൊ നമ്മളോട് പറഞ്ഞ പോലെ കുറച്ചൊരു 5 മിനിറ്റ് നിൽക്കണം നമ്മൾ. പക്ഷേ എഗ്ഗും കാര്യത്തിന് എടുത്തപ്പോ 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നമ്മൾ നേരെ സ്നേക്ക് മോൺസ്റ്ററും കാര്യത്തിന് അയക്കുന്നത് കഴിച്ചു. അപ്പൊ നമ്മൾ നമ്മളെ ഫ്രാങ്ക്ലിൻ മാനാണ് സ്നേക്ക് മോൺസ്റ്ററും കാര്യത്തിന് എത്തിക്കുന്നത്. പക്ഷെ വലിയ സ്നേക്ക് മോൺസ്റ്ററും കാര്യത്തിൽ അപ്പൊ നമുക്ക് ആ ഫൈറ്റ് ചെയ്യാനും കാര്യത്തിന് പറ്റുന്നെങ്കിൽ അപ്പൊ നമ്മളടുത്തുള്ള വാളും കാര്യത്തിനുണ്ട്. അപ്പൊ നല്ല ഏറ്റവും സ്നേക്ക് മോൺസ്റ്ററും കാര്യത്തിന് അപ്പൊ നല്ല അടിപൊളി കാര്യത്തിനുണ്ട് ഫ്രാങ്കും സ്നേക്ക് മോൺസ്റ്ററും കാര്യത്തിനായാലേ. അപ്പൊ ഞാൻ താഴത്തേക്ക് ഇറങ്ങിയാണ് പോയി നോക്കാം, സിറ്റി കൂടെ നടന്നു നോക്കാം, സിറ്റി കൂടെ കാര്യത്തിന് നടന്നു പോകണം. അപ്പൊ അടിപൊളിയും കാര്യത്തിന്റെ അപ്പൊ NPCയും കാര്യത്തിന് കിട്ടിയപ്പോ NPC നമ്മൾ കണ്ട് പേടിച്ചോടാണ്. അപ്പൊ നമ്മൾ ഫ്രാങ്ക്ലിൻ ആർക്കും മനസ്സിലായില്ല, നമ്മൾ ആരോട് പറഞ്ഞിട്ടില്ല, നമുക്ക് മാത്രമേ നമ്മളെ ഫ്രാങ്ക്ലിൻ മനസ്സിലുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഷോർട്ട് വീഡിയോ ഇഷ്ടമുള്ള ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പൊ നെക്സ്റ്റ് ബൈ.